ഹലോ, ഇന്ന് നമ്മളിവിടെ എടുക്കുന്നത് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, അതായത് നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലെ നമ്മുടെ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു പോർഷനിലെ അതിൽ എല്ലാം ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, ഇൻക്രീസ്, ഡിക്രീസ്, അത് മൊത്തം ഓക്കെ അതാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത്. നോക്കിയേ, നമ്മൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. അപ്പൊ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ there will be an increase in demand or maybe decrease in demand അല്ലേ. അപ്പൊ ഈ ചേഞ്ചസ് ഇൻ ഡിമാൻഡിനെ നമ്മൾ രണ്ട് ഹെഡിങ് ആയിട്ട് തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തതാണ് ദാറ്റ് ഈസ് മൂവ്മെന്റ് along the demand curve. Okay, movement along the demand curve. Now the second one is shift in demand curve. Okay, shift in demand curve. ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കുകയാണ് ഈ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ഉണ്ട്, അതേപോലെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. നമുക്ക് ആദ്യം മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് നോക്കാം. എന്താണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്? അപ്പൊ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഒരു ഡിമാൻഡ് along the demand curve, ഒരു ഡിമാൻഡ് കർവ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഷിഫ്റ്റ് ആണ് നമ്മുടെ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ചിലപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡയറക്റ്റ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഒന്നും അല്ല ചോദിക്കുക, മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്നേ ചോദിക്കുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് രണ്ടെണ്ണം ഉണ്ട്. ഒന്നാമത്തതാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും രണ്ടാമത്തതാണ് ഏത് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നും. ഓക്കെ, എക്സ്പാൻഷനും ഉണ്ട്, അതേപോലെ എന്തുണ്ട്, കോൺട്രാക്ഷൻ ഉണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരും, എന്താണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ when price increases, okay, not price increases, what is meant by expansion of demand? When price decreases, demand increases. കണ്ടോ, അതായത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കൂടണം. എങ്ങനെ കൂടും ഡിമാൻഡ്? പ്രൈസ് കുറയുമ്പോൾ. അതാണ് എക്സ്പാൻഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ഷൻ എന്തായിരിക്കും? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ദാറ്റ് ഇസ് നോൺ ആസ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഡയഗ്രത്തിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നോക്കിക്കോളൂ, നമ്മളിവിടെ പ്രൈസ് മാർക്ക് ചെയ്യും, ഇവിടെ നമ്മൾ ഡിമാൻഡ്. ഓക്കെ, നമുക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം കേട്ടോ. പ്രൈസ് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവരാം, ഡിമാൻഡ് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവരാം. എങ്ങനെ വരച്ചാലും വരയ്ക്കുന്ന കേർവിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്കറിയാം ദിസ് ഇസ് അവർ ഡിമാൻഡ് കർവ് അല്ലെ, ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. ഈ ഡിമാൻഡ് കർവ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. അത് രണ്ടെണ്ണം വരാം, എക്സ്പാൻഷനും വരാം, കോൺട്രാക്ഷൻ വരാം. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കൂടണം. അപ്പൊ ഡിമാൻഡ് ഇങ്ങോട്ട് പോകുന്തോറും അല്ലേ ഡിമാൻഡ് കൂടുന്നേ. അപ്പൊ താഴേക്ക് പോകുന്ന ഭാഗം നമ്മുടെ എന്താണ്? എക്സ്പാൻഷനും. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ അതെന്താണ്? കോൺട്രാക്ഷനുമാണ്. ഓക്കെ, ഒന്ന് എക്സ്പാൻഷൻ, മറ്റേത് കോൺട്രാക്ഷൻ. താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ പോകുമ്പോൾ ഡിമാൻഡ് കൂടും. നേരെ മറിച്ച് ഇങ്ങോട്ട് വരുന്നതോറും ഡിമാൻഡ് കണ്ടോ, മുകളിലേക്ക് പോകാറുണ്ട് ഡിമാൻഡ് കർവ്, ഇങ്ങോട്ട് പോകാറുണ്ട് ഡിമാൻഡ് എന്ത് ചെയ്യാണ്? കുറയാണ്. അതാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് നമ്മുടെ എന്ത്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. അടുത്തത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ഓക്കെ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ആർ ഓഫ് ടു ടൈപ്സ്. അതിൽ ഒന്നാമത്തതാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, രണ്ടാമത്തതാണ് ഏത്? ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്? നമുക്കറിയാം ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യണം? കൂടണം. വേണ്ടേ? ഡിമാൻഡ് എന്ത് ചെയ്യണം? കൂടണം. എപ്പോഴാണ് ഡിമാൻഡ് കൂടുക? നമുക്കറിയാം പ്രൈസ് കുറയുമ്പോൾ ആണ്. പക്ഷെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുതൽ നമ്മൾ വേറൊരു പേരിട്ട് വിളിച്ചു, എക്സ്പാൻഷൻ എന്ന്. അപ്പൊ എന്താണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? പ്രൈസ് ഒഴിച്ച് ഇപ്പൊ നമ്മുടെ വരുമാനം കൂടിയാൽ ഡിമാൻഡ് കൂടും. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസിൽ മാറ്റം വന്നാൽ ചിലപ്പോൾ ഡിമാൻഡ് കൂടും അല്ലേ. ക്ലൈമറ്റിക് ചേഞ്ച് വന്നാൽ ചിലപ്പോൾ ചില സാധനങ്ങളിൽ ഡിമാൻഡ് കൂടും. അപ്പം മറ്റുള്ള ഫാക്ടേഴ്സ്, പ്രൈസ് ഒഴികെ മറ്റേതെങ്കിലും ഫാക്ടേഴ്സിൽ മാറ്റം വരുമ്പോൾ എന്ത് കൂടും? ഡിമാൻഡ് കൂടുന്നതാണ് നമ്മുടെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അതുപോലെയാണ് എന്ത്? യെസ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അതായത് ഡിമാൻഡ് കുറയും. ഡിമാൻഡ് സാധാരണ കുറയുന്നത് പ്രൈസ് കൂടുമ്പോഴാണ്.
പക്ഷേ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നതിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിച്ചു, കോൺട്രാക്ഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡിക്രീസ് ഇൻ ഡിമാൻഡ്? ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മറ്റു കുറേ ഫാക്ടേഴ്സ്, നമ്മുടെ വരുമാനം കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും, നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഒന്നും നമുക്ക് ഇതല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കുറയും, ക്ലൈമറ്റിക് ഡിഫറൻസ് അനുസരിച്ച് ഡിമാൻഡ് കുറയും. മനസ്സിലായോ? അങ്ങനെ ഡിമാൻഡ് ചില പ്രൈസ് ഒഴിച്ച് വേറെ പല കാരണങ്ങൾ കൊണ്ട് ഡിമാൻഡ് കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കുക. ഇനി നമ്മളിത് ഡയഗ്രത്തിൽ കൂടെ കാണിക്കണം കേട്ടോ. ഡയഗ്രത്തിൽ കൂടെ എങ്ങനെ ഷിഫ്റ്റ് കാണിക്കും നോക്കിയേ. ഇവിടെ നമ്മൾ പ്രൈസ് മാർക്ക് ചെയ്യും, ഇവിടെ ഡിമാൻഡ് മാർക്ക് ചെയ്യും. ചിൽഡ്രൻ, ദിസ് ഈസ് അവർ ഡിമാൻഡ് കർവ്. നമ്മുടെ ഒറിജിനൽ ഡിമാൻഡ് കർവ് ആണ്. ഇനി നമ്മുടെ എന്ത് കൂടുകയാണ്? ഡിമാൻഡ് കൂടി. ഡിമാൻഡ് കൂടുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നമുക്കറിയാം വാല്യൂസ് എഴുതുമ്പോൾ ഇങ്ങനെ ഇവിടെ കൂടി, ഇവിടെ 10, 20, 30 ഇങ്ങനെ കൂടിയല്ലേ വരിക. അപ്പൊ ഡിമാൻഡ് കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിമാൻഡ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കണ്ട, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പം റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് എന്ത് കാണിക്കുന്നത്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മക്കളെ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിമാൻഡ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? താഴേക്ക്, ലെഫ്റ്റ് വേർഡ്. ഇത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇത് എന്ത് ചെയ്യുക? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇത് അപ്പൊ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആണ്. ലെഫ്റ്റിലോട്ടാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഡിമാൻഡ് കൂടാനുള്ള കാരണങ്ങൾ. അപ്പൊ ഇനി അടുത്തത് അങ്ങനെയും ചോദിക്കാലോ, റീസൺസ് ഫോർ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, റീസൺസ് ഫോർ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്? ഓക്കെ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിമാൻഡ് കൂടാം? എന്തൊക്കെ കാരണം? പ്രൈസ് ഡിക്രീസസ്, നമ്മുടെ ഒന്നാമത്തെ ഫാക്ടർ. ഒരു 4 എണ്ണം പഠിച്ചു വയ്ക്കുക കേട്ടോ. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. രണ്ടാമത്തെ എന്തായിരിക്കും? ഇൻകം. ഇൻകം എന്ത് ചെയ്യുക? കൂടുമ്പോൾ, നമ്മുടെ വരുമാനം കൂടുമ്പോഴും ഡിമാൻഡ് എന്ത് ചെയ്യും? ചില നമ്മൾ സാധനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യും, ഡിമാൻഡ് കൂടും. മൂന്നാമത്തത് പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഓക്കെ, പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ വിലയ്ക്ക് മാറ്റം വരുമ്പോൾ നമ്മുടെ ചില സാധനങ്ങളുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ഉദാഹരണത്തിന് ചായയുടെ വില വളരെ കൂടുതലാണെങ്കിൽ അപ്പം എല്ലാവരും പോയി കോഫി വാങ്ങിക്കും. അപ്പൊ കോഫിയുടെ ഡിമാൻഡ് കൂടിയില്ലേ? ഓക്കെ, അടുത്തതാണ് എന്ത്? യെസ്, അടുത്തതാണ് ക്ലൈമറ്റ്. ഓക്കെ, അത് അടുത്തൊരു ഘടകമാണ് ക്ലൈമറ്റ്. അല്ലെങ്കിൽ അടുത്തത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് അല്ലേ? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഇതൊക്കെ എന്തിന് കാരണങ്ങളാണ്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആണ്. അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വാട്ട് ആർ ദ റീസൺ, സ്റ്റേറ്റ് ഇനി 2 റീസൺ 3 റീസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. അതേപോലെ നമുക്ക് എന്തുകൊണ്ട് റീസൺസ് ഫോർ ഡിക്രീസ് ഇൻ ഡിമാൻഡും വരാം ഇല്ലേ? റീസൺസ് ഫോർ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പൊ എന്തായിരിക്കും റീസൺസ് ഫോർ ഡിക്രീസ് ഇൻ ഡിമാൻഡ്? ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. എന്താണ്? ഡിമാൻഡ് കുറയണമെങ്കിൽ എന്ത് കൂടണം? പ്രൈസ് കൂടിയാൽ മതി അല്ലേ? പ്രൈസ് കൂടിയാൽ നമ്മുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. രണ്ടാമത്തത് നമ്മുടെ ഇൻകം എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. നമ്മുടെ വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. മൂന്നാമത്തത് പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഓക്കെ, അതൊക്കെ ഇതിൽ തന്നെ കോമൺ ആണ് കേട്ടോ. പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഓക്കെ, നാലാമത്തെ നമുക്ക് എന്ത് എഴുതാം? യെസ്, ക്ലൈമറ്റ് എഴുതാം. ഓക്കെ, അടുത്ത എന്ത് എഴുതാം? യെസ്, അതായത് ക്ലൈമറ്റ് എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല ചൂടുള്ള സമയമാണെങ്കിൽ കൊടയുടെയും റെയിൻകോട്ടിൻ്റെയും ഒക്കെ ഡിമാൻഡ് എന്തായിരിക്കും? കുറവായിരിക്കും കേട്ടോ. അടുത്തതാണ് എന്ത്? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഇത് 3 കോമൺ ആണ് കേട്ടോ. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഇത്രയാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, റീസൺസ് ഫോർ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. പിള്ളേരെ നമുക്ക് രണ്ടും ഒരൊറ്റ ഡയഗ്രത്തിൽ തന്നെ വരയ്ക്കാം. എങ്ങനെയാണെന്നറിയോ? ഇത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഇത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഡി ഡാഷ് ഡി ഡാഷ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഇങ്ങോട്ട് പോണ എന്താണ്? ഡിക്രീസ് ഇൻ ഡിമാൻഡ്. കണ്ടോ? ഇത്രയാണ് നമ്മൾ ഡിമാൻഡ് സൈഡിൽ പഠിക്കേണ്ടത്. അതായത് ഇത് ഡയഗ്രാമാണ്. റീസൺസ്, അതായത് ഇതിൽ നമ്മൾ വാട്ട് ഇസ് മെന്റ് ബൈ എന്നും പഠിക്കണം, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്താന്നൊക്കെ പഠിക്കും വേണം. അതിൻ്റെ കൂടെ വിത്ത് എക്സ്പ്ലനേഷൻ, അതായത് ഡയഗ്രാം എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം, ഡയഗ്രത്തിൽ കൂടെ ചെയ്യണം കേട്ടോ. ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ഡിമാൻഡ് സെക്ഷൻ. ഓക്കെ, നൗ പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ അറിയാം അല്ലേ?
പക്ഷെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണ് ഒരു ലീനിയർ ഡിമാൻഡ് കർവില്, അതായത് സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവില് എങ്ങനെയാണ് മെഷർ ചെയ്യുക, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇലാസ്റ്റിസിറ്റി ഓൺ എ ലീനിയർ എന്ന് പറയാം, നമുക്കറിയാം നമ്മൾ ഇതുവരെ പഠിച്ച ഡിമാൻഡ് കർവ് ഒക്കെ അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഒന്നും അല്ല, ഇതൊരു കർവാ, വളഞ്ഞിരിക്കുന്നതൊക്കെയാ. പക്ഷേ ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ എങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനൊരു ഫോർമുല ഉണ്ട്. എങ്ങനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫോർമുല ഉള്ളത് ലോവർ സെഗ്മെന്റ് ഓഫ് ദ കർവ് ഡിവൈഡഡ് ബൈ, ഓക്കെ, lower segment of the curve divided by upper segment of the curve. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മളൊരു ഡിമാൻഡ് കർവ് വരയ്ക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഡിമാൻഡ് മാർക്ക് ചെയ്യുന്നു, ഇവിടെ പ്രൈസ് മാർക്ക് ചെയ്യുന്നു. സോ നൗ വി ആർ ഗോയിങ് ടു ഡ്രോ ദ ഡിമാൻഡ് കർവ്. ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവ് ആയി. ഇനി ഇതിന്റെ നടുക്ക് കണ്ടോ, ഇതിന്റെ നടുക്ക് ഇലാസ്റ്റിസിറ്റി എല്ലായ്പ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പം ഈ ഒരു ലൈനിന്റെ അളവ് 100 ആണെന്ന് വിചാരിക്കുക. മിഡിലാണെങ്കിൽ ഇങ്ങോട്ടുള്ള ലോവർ സെഗ്മെന്റിന്റെ അളവ് 50 ആയിരിക്കും, അപ്പർ സെഗ്മെന്റും 50 ആയിരിക്കും. 50 ഡിവൈഡഡ് ബൈ 50 നമുക്ക് 1 കിട്ടുക. അപ്പൊ ഇവിടെ എപ്പോഴും ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും, 1 ആയിരിക്കും. ഇനി ഇവിടെ ഈ ഒരു എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റില് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം ഇതിന് ലോവർ സെഗ്മെന്റ് ഇല്ല. ഉണ്ടോ, ഇവിടുന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോവർ സെഗ്മെന്റ് ഇല്ല, അപ്പൊ നമുക്ക് 0 ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇവിടം വരെ 100 ആണെന്ന്, അപ്പൊ 0 ഡിവൈഡഡ് ബൈ 100 ആണ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. അപ്പൊ ഇത് നോക്കിയേ, നമ്മുടെ ഫോർമുല അനുസരിച്ച് ലോവർ സെഗ്മെന്റ് 100, ഇവിടെ നിന്ന് ഇവിടം വരെ 100 ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് ഉണ്ടോ, അപ്പർ സെഗ്മെന്റ് ഇല്ല, 0. 100 ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് 0 അല്ല, അതിന്റെ ആൻസർ എന്താണ്, ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഇലാസ്റ്റിസിറ്റിയും കൂടി ഉണ്ടല്ലേ, അതായത് ലെസ് ദാൻ 1 ഉണ്ട്, ഗ്രേറ്റർ ദാൻ 1 ഉണ്ട്. മക്കളെ ഇവിടെ എടുക്കുക, അതായത് ഇതിന്റെ നടുക്ക് ഇ ഡി എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാരണം ഈ ഇതിലെ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഏത് പോയിന്റിലും ലോവർ സെഗ്മെന്റിന്റെ വാല്യൂ ആണ് കൂടുതൽ, അപ്പർ സെഗ്മെന്റ് കുറവാ, അപ്പൊ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, 1നേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1 അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള വാല്യൂ ഇത്രേ അളവുള്ളൂ, അതാണ് ലോവർ സെഗ്മെന്റ്. അപ്പർ സെഗ്മെന്റിന്റെ വാല്യൂ ആണ് എന്ത്, കൂടുതൽ വരിക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഉത്തരം 0 something ആണ് വരിക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുക ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ്. ഓക്കെ, അപ്പം പരീക്ഷയ്ക്ക് ഇലാസ്റ്റിസിറ്റി ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവിന്റെ ഫോർമുല ഏതാണ്, ഇത് വെച്ചിട്ടാണ് ഇതൊക്കെ കിട്ടിയത്. ലോവർ സെഗ്മെന്റ് ഓഫ് ദ കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് ഓഫ് ദ കർവ്. ഇനി സപ്പോസ് എ ഡിമാൻഡ് ഫംഗ്ഷൻ, ഇത് നമ്മൾ സാധാരണ ഇലാസ്റ്റിസിറ്റി കാണുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. എ ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഡി ഓഫ് പ്രൈസ്, ഓക്കെ, 10 - 3p ആണ്. കാൽക്കുലേറ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് പ്രൈസ് ₹5/3. നമ്മൾ സാധാരണ ഇലാസ്റ്റിസിറ്റി ഇങ്ങനെയല്ല പഠിച്ചത്. നമ്മൾ ഫോർമുല എന്തെഴുതും, ഡെൽറ്റ Q ബൈ ഡെൽറ്റ P × P/Q. അതൊന്നും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാം, നമുക്ക് ഡിമാൻഡ് കണ്ടുപിടിക്കണം, വേണ്ടേ? ഡിമാൻഡ് ഇതിൽ പ്രൈസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് ആ സമയത്ത് ഈ പൈസ 5/3 ആയിരുന്ന സമയത്ത് ഉള്ള ഡിമാൻഡ് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ഒന്നും ചെയ്യാനില്ല, 10 - 3 × പിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കണ്ടോ, ഇതിൽ പ്രൈസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രൈസ് നമുക്കറിയാം 5/3. അപ്പൊ നമുക്കറിയാം ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 5 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനുള്ള ഫോർമുല -P, ഓക്കെ, -BP ഡിവൈഡഡ് ബൈ Q. ഇതാണ് ഫോർമുല ഒരു സ്ട്രെയിറ്റ് ലൈനിൽ. ഓക്കെ, -BP ഡിവൈഡഡ് ബൈ Q ആണ്. അങ്ങനെയാണെങ്കിൽ -B നമ്മുടെ ഫോർമുലയിൽ 10 - 3p എന്നുണ്ട്. ഇതൊരു ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ -3 ആണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ -B എന്ന് പറയുന്നത് എത്രയാണ്, -3 ആണ് നമ്മുടെ ഇത്. ഓക്കെ, ഇൻറ്റു ഇപ്പൊ പ്രൈസ് എത്രയാ, 5/3. പ്രൈസ് 5/3 ആണ്. ഡിവൈഡഡ് ബൈ Q നമുക്ക് കിട്ടി, ഡിമാൻഡ് നമുക്ക് കിട്ടി എത്രയാന്ന്, 5 ആന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്തു, -5/5 gives you -1. നമ്മൾ സാധാരണ സൈൻ എടുക്കാറില്ല,
അത് നോക്കാറില്ല. നമ്മുടെ ആൻസർ എന്താണ്? 1 ആണ്. അങ്ങനെ 1 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കും. ഓക്കെ, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ക്ലിയർ? ഓക്കെ.